പ്രിയപ്പെട്ടവരെ, 14-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചേക്കുക. ഇന്ന് നമ്മൾ കാണാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഈറ്റുനോവിൻ്റെ ആരംഭം എന്നതിനെക്കുറിച്ചാണ്. ശ്രദ്ധയോടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കുഞ്ഞി കാര്യമായത്. ഈറ്റുനോവിൻ്റെ ആരംഭം എന്താണ്? ഈറ്റുനോവിൻ്റെ പ്രത്യേകത ഇത് മനസ്സിലാക്കിയാലാണ് ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ആഴത്തിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഈറ്റുനോവിന് ഒരു പ്രത്യേകതയുണ്ട്. ഈറ്റുനോവ് ഒരു വേദന തുടങ്ങും. ആ വേദന കുറച്ച് കഴിയുമ്പോൾ കൂടും, വർദ്ധിക്കും. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താകും. അത് കഴിയുമ്പോൾ വലിയൊരു സന്തോഷത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഇതാണ് ഈറ്റുനോവ്. നമുക്കറിയാം, ഒരു കുഞ്ഞുവാവയുടെ ജനനം നോക്കിയാൽ മതി. ഒരമ്മയ്ക്ക് നോവുണ്ടാകുന്നു. ആ നോവ് കുറച്ച് കഴിയുമ്പോൾ വർദ്ധിക്കുന്നു. അത് വർദ്ധിച്ച് ആ അമ്മയ്ക്ക് താങ്ങാനും സഹിക്കാനും പറ്റാവുന്നതിൻ്റെ അപ്പുറത്താകുമ്പോൾ കുഞ്ഞുവാവ ഈ ഭൂമിയിൽ ജനിക്കുന്നു. ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ അമ്മ വേദന മുഴുവനും മറക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭ ഈറ്റുനോവിൻ്റെ ആരംഭത്തിലേക്ക് കയറിയേക്കുക. ആഗോള സഭയാകട്ടെ, ഭാരത സഭയാകട്ടെ, കേരള സഭയാകട്ടെ, ഒരു ഈറ്റുനോവിൻ്റെ ആരംഭത്തിലാണ്. ഈറ്റുനോവ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നിൽക്കാനുള്ളതല്ല. ഇത് വർദ്ധിക്കും. ഇത് വർദ്ധിച്ച് കൂടിക്കൂടി നൊമ്പരം വർദ്ധിച്ച് പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന വേദന ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് സഭയ്ക്ക് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താകുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യമാണ് ഈശോയുടെ രണ്ടാം വരവ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈറ്റുനോവ് ആരംഭിച്ച് സഭയിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം സഭയിൽ ചില തിക്താനുഭവങ്ങളുടെ അവസ്ഥ, സഭയിൽ ചില തിരിച്ചടികള്, സഭയിൽ ഇന്ന് വരെ കാണാൻ പാടില്ലാത്ത ചില കാര്യങ്ങള്, സഭയിൽ ചില സ്വഭാവ പ്രശ്നങ്ങള്, ഇല്ലെങ്കിൽ സഭയിൽ ചില ജീർണതകള്, ചില തിന്മയുടെ സ്വാധീനങ്ങള്, ചില അസ്വസ്ഥപ്പെടുന്ന കാര്യങ്ങള്, മക്കളെ, ഇങ്ങനെയുള്ള പലതും നമ്മൾ സഭയിൽ കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കിക്കൊള്ളുക, ഇത് ഈറ്റുനോവിൻ്റെ ഒരാരംഭത്തിലേക്ക് കയറിയേക്കുക. എന്ന് വെച്ചാൽ ഇപ്പൊ കണ്ടതൊക്കെ ഇത് വരാവുന്ന കാര്യമാണ്. ഇത് ഇനി വരിക മാത്രമല്ല, ഇത് വർദ്ധിക്കും. ഇത് വർദ്ധിച്ചിട്ട് ഇത് സഹിക്കാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് സഭ കടന്നു പോകും. അത് കഴിയുമ്പോൾ സഭയിൽ ഉണ്ടാകുന്ന കാര്യമാണ് ഈശോയുടെ രണ്ടാം വരവ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ ഒരു ആരംഭം കണ്ടാൽ മനുഷ്യൻ 3 കാര്യം ചെയ്യണം. ഒന്നാമത്തെ കാര്യം, ദൈവ പദ്ധതിക്കും ദൈവ പരിപാലനയ്ക്കും നമ്മളെ തന്നെ സമർപ്പിക്കണം. എന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക. അതാണ് ഏറ്റവും നല്ല സംരക്ഷണം. രണ്ടാമതായിട്ട്, നമ്മുടെ കുറവുകൾ നമ്മൾ ഇത് കണ്ടാൽ കുറവ് നികത്താൻ തുടങ്ങിയേക്കണം. മൂന്നാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വരവിനായിട്ട് എന്നിട്ട് ഒരുങ്ങിയേക്കണം. നാലാമത്തേതായിട്ട്, ഈശോയുടെ വരവിന് മുമ്പുള്ള ആ പീഡകളുടെ കാലം ത്വരിതപ്പെടാനായിട്ട് മനുഷ്യൻ പ്രാർത്ഥിച്ചൊരുങ്ങണം. ഈ 4 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവ പരിപാലന, ദൈവ സംരക്ഷണം, അത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മൾ സമർപ്പിച്ചൊരുങ്ങണം. 2, കുറവുകൾ നികത്തിയേക്കണം. മൂന്നാമത്തെ കാര്യം, ഈശോയുടെ വരവിനായിട്ട് ഒരുങ്ങണം. നാലാമത്തെ കാര്യം, അതിനു മുമ്പുള്ള പീഡകളുടെ കാലം ത്വരിതപ്പെടാനായിട്ട് പ്രാർത്ഥിക്കണം. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ 3-ാമത്തെ വചനം, ഒലിവുമലയിലിരിക്കുന്ന ഈശോ. പ്രിയപ്പെട്ടവരെ, ഈശോ ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ ചെന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പാ, അങ്ങയുടെ പ്രത്യാഗമനം എന്താ? രണ്ടാം വരവെന്നാ? ഈ സമയത്ത് ഈശോ ഉത്തരങ്ങൾ കൊടുക്കുന്നില്ല, മറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറയുവാണ്: എൻ്റെ പ്രത്യാഗമനത്തിന് മുമ്പ് ഭൂമിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. അതാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 4 മുതലുള്ള 44 വരെയുള്ള വചനം. 37 അടയാളങ്ങൾ കൊടുത്തേക്കുവാണ്. എൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് ഇന്ന കാര്യങ്ങൾ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ 37 കാര്യം എടുത്തിട്ട് 8 ഒന്ന് തിരിക്കുക. ഈ 8 കാര്യങ്ങൾ ഇന്ന് സഭയില്, ഇന്ന് ലോകത്തില്, ഇന്ന് ഈ പ്രപഞ്ചത്തില് കാണുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം മനസ്സിലാക്കണം: സഭയിൽ ഈറ്റുനോവിൻ്റെ ആരംഭം
വന്നു കഴിഞ്ഞു എന്നുള്ള സത്യം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട മക്കളെ, ഒന്നാമത്തെ കാര്യം, 8 കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് പെട്ടെന്ന് പോകാം. അല്ലെ, ഒന്നാമത്തെ കാര്യം ഇതാണ്, വിശ്വാസത്തിൽ നിന്നുള്ള വഴിപിഴക്കൽ. വചന ഇപ്രകാരമാണ് പഠിപ്പിക്കുക. മത്തായിയുടെ സുവിശേഷം 24:4 പറയുവാണ്, ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. എന്നിട്ട് പറയുവാണ്, ആ സമയത്തുണ്ടാകുന്ന 3-4 കാര്യം. ഒന്ന്, മനുഷ്യനെ വഴിതെറ്റിക്കുന്ന, വിശ്വാസത്തിൽ നിന്നും വഴിതെറ്റിക്കുന്ന അതിശക്തമായിട്ടുള്ള പ്രലോഭനങ്ങൾ ലോകത്ത് കടന്നു വരും. നമ്മൾ നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ, ഊഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ് മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന പ്രലോഭനം. ഏത് രീതിയിലും മനുഷ്യന്റെ ചിന്തയിലാകട്ടെ, കണ്ണിലൂടെ ആകട്ടെ, ആഗ്രഹങ്ങളിലൂടെ ആകട്ടെ, വികാരങ്ങളിലൂടെ ആകട്ടെ, ശരീരത്തിലാകട്ടെ, ഈ പ്രലോഭനം കയറി അതിക്രമിച്ചിട്ട് മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ പാപത്തിൽ വീണുപോകുക. അതിന്റെ ഫലമായിട്ട് വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. മാരകമായിട്ടുള്ള പ്രലോഭനം. കാരണം സാത്താന് കൃത്യമായിട്ട് അറിയാം, മക്കളെ, ഈശോയുടെ വരവ് അടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അവന്റെ രാജ്യത്തിലേക്ക് മുഴുവനും മക്കളെ കൊണ്ടുപോകണം. അതിനുവേണ്ടി അവൻ ചെയ്യുന്ന കാര്യം എന്താ? ശക്തമായിട്ടുള്ള പ്രലോഭനം ദൈവമക്കളുടെ മനസ്സിലേക്കും ജീവിതത്തിലേക്കും കടത്തിവിട്ട് അവനെ വിശ്വാസത്തിൽ നിന്നും ഇറക്കുക, വിശ്വാസം തകർക്കുക, വിശ്വാസം ഉപേക്ഷിക്കാൻ പ്രേരണ കൊടുക്കുക. രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവരെ, കള്ള ക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും ഭൂമിയിൽ കടന്നു വരാൻ തുടങ്ങും. നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി നോക്കിയേ, പലരും താനാണ് ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് പലരും പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് ഈ ഭൂമിയിൽ നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ആൾ ദൈവങ്ങളായിട്ട് പലരും മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ ആൾ ദൈവങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിലൂടെ, താനാണ് ക്രിസ്തു എന്ന് പറയുന്ന കടന്നു വരുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്? അനേകരുടെ വിശ്വാസം വ്യതിചലിച്ചു പോകുക, വഴിതെറ്റിപ്പോകുക, അവർ വീണു പോകുക. നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പലരെയും ആൾ ദൈവങ്ങളാക്കി നമ്മൾ മാറ്റുന്നുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ ആ വ്യക്തിയിലൂടെ സാധിച്ചു കിട്ടിയപ്പോൾ, നമുക്ക് ചില അനുഗ്രഹങ്ങൾ ചില വ്യക്തിയിലൂടെ കിട്ടിയപ്പോൾ, നമ്മൾ കർത്താവായ ക്രിസ്തുവിനെ മറന്നിട്ട് വ്യക്തികളെ ആൾ ദൈവങ്ങളാക്കി മാറ്റിയ അവസ്ഥ ഇത് നമുക്കുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ അവസാന കാലഘട്ടത്തിൽ മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാളും മനുഷ്യൻ വിചാരിക്കുന്ന പോലെ അല്ല സാത്താൻ നമ്മളെ വീഴ്ത്തുന്നത്. മറിച്ച് അവൻ കെണിയനാ, അവൻ വഞ്ചകനാ. പല രീതിയിലുള്ള കെണി ഒരുക്കും മക്കളെ. നമ്മളോർക്ക് ഇത് ശരിയായിരിക്കും, കാരണം ഇതെല്ലാം ദൈവവുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ പോകാം. പക്ഷേ ഇത് നമ്മുടെ വിശ്വാസം വ്യതിചലിക്കുന്ന കാര്യമാണോ? നമ്മൾ ഈ ആൾ ദൈവങ്ങളായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന വ്യക്തി ഒന്ന് വീണ് പോയി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? ഓ, പിന്നെ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അവൻ വീണു പോകണം, പിന്നെ അവന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന നമ്മൾ എന്തിന്? നമ്മുടെ വിശ്വാസം പതറുവാന്നേ. നമുക്ക് ഒറ്റയാളെ വിശ്വാസം മതി. നമുക്ക് ആൾ ദൈവം അല്ല, സത്യദൈവം ക്രിസ്തു. ഈ ക്രിസ്തുവിനെ വിശ്വസിച്ചേ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അനേകം വ്യാജ പ്രസ്ഥാനങ്ങൾ കടന്നു വരും അവസാന കാലഘട്ടത്തിൽ. അതാണ് ന്യൂ ഏജ് മൂവ്മെന്റ്. പലതുമുണ്ട്. തൻ്റെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്, ആ ശക്തിയെ ഉദ്ദീപിച്ചാൽ മാത്രം മതി. നമുക്ക് രക്ഷ ആവശ്യമില്ല, രക്ഷകൻ ആവശ്യമില്ല, ദൈവം ആവശ്യമില്ല. ഇപ്രകാരമുള്ള ചില ചിന്താഗതികൾ വെച്ചുകൊണ്ട് അനേകം മൂവ്മെന്റുകൾ കടന്നു വരും. പ്രിയപ്പെട്ടവരെ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ അനേകം ലക്ഷക്കണക്കിന് മക്കളാണ് ഇപ്രകാരമുള്ള ചില പ്രസ്ഥാനം, തെറ്റായ പ്രസ്ഥാനത്തിലൂടെ അനേകർ വഴിതെറ്റിയേക്കുവാന്നേ. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഇപ്രകാരമുള്ള വ്യാജ പ്രവാചകര് അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. ഈ അത്ഭുതങ്ങളിലും ഈ അടയാളങ്ങളിലും തെരഞ്ഞെടുക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെടാത്തവർ പോലും വീണുപോകുകയും വഴിതെറ്റിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥ അവസാന കാലഘട്ടത്തിൽ സംജാതമാകും. നോക്കിക്കേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഈ അത്ഭുതം, ഞാൻ വീണ്ടും വീണ്ടും മക്കളെ ഓർമ്മിപ്പിക്കട്ടെ, അവസാന കാലഘട്ടത്തിൽ മക്കളെ ഈ അത്ഭുതം തേടിയുള്ള പോക്ക് നമ്മൾ നിർത്തണം. മുന്നേ അത്ഭുതം വേണ്ടാന്നൊന്നും അല്ല അച്ഛൻ പഠിപ്പിക്കണേ, ചില കാര്യത്തെക്കുറിച്ച് ഒന്നും അല്ല അച്ഛൻ പറയുന്നത്. പക്ഷെ നമുക്ക് ക്രിസ്തു മതി, ക്രിസ്തു മതി. ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ അത്ഭുതം പരിശുദ്ധ കുർബാനയാ. ബാക്കിയുള്ള അത്ഭുതങ്ങൾ തേടി, ഈ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്ന കാര്യം തേടി മക്കളെ ഈ പോക്ക് നിർത്തിയില്ലെങ്കിൽ നമ്മൾ അപകടത്തിലാണ് ചെന്ന് വീഴുന്നത്. അതിന്റെ വലിയൊരു കാര്യമല്ലേ നമ്മൾ ഈ കൊറോണ. ഈ അത്ഭുതം തേടി മനുഷ്യൻ പോയായിരുന്നല്ലോ. കൊറോണ വന്നപ്പോൾ നമ്മൾ ഒന്നും കണ്ടില്ല.
കാണാത്തപ്പോൾ മനുഷ്യൻ ചോദിക്കാൻ തുടങ്ങി, എവിടെ ക്രിസ്തു, എവിടെ ധ്യാന ഗുരുക്കന്മാര്, എവിടെ ഇപ്രകാരമുള്ള കാര്യം ചെയ്തിട്ട് ഒന്നും നടക്കണ കണ്ടില്ലല്ലോ, എന്തുകൊണ്ട് ഇത് മാറിയില്ല? ആ സമയത്ത് പലരുടെയും വിശ്വാസം പോയില്ലേ? ആ സമയത്ത് തെറ്റായ ചില പ്രബോധനങ്ങൾ വായിച്ചു കൂട്ടി. അതിന്റെ ഫലമായിട്ട് ക്രിസ്തു വേണ്ട, സഭ വേണ്ട. അനേകർ ദൈവത്തെ ഉപേക്ഷിച്ചു, അനേകർ സഭയെ ഉപേക്ഷിച്ചു, അനേകർ വിശ്വാസത്തെ ഉപേക്ഷിച്ചില്ലേ? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇത് ഈറ്റുനോവിന്റെ ആരംഭമാ. ഈ അടയാളം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഈറ്റുനോവിന്റെ ആരംഭമാ. അതുകൊണ്ടാണ് വചനം ഇപ്രകാരം പഠിപ്പിക്കുന്ന ഒരു കാര്യം മത്തായി 24:10 പഠിപ്പിക്കുകയാണ്, അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ചെയ്യും. ഇതാണ് അവസാന കാലഘട്ടത്തിൽ നടക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ് പ്രിയപ്പെട്ടവരെ. ഈറ്റുനോവിന് 8 അടയാളങ്ങളാണുള്ളത്. ഒന്നാമത്തെ അടയാളം, വിശ്വാസം വഴിതെറ്റിപ്പോകുന്ന, വ്യതിചലിച്ചു പോകുന്ന അവസ്ഥ സഭയിലും ദൈവജനത്തിന്റെ ഇടയിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആരംഭമായി എന്നതിന്റെ അടയാളമാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത്തെ അടയാളമാണ് യുദ്ധങ്ങളും ഭിന്നതകളും രൂക്ഷമാകും. അതുകൊണ്ടാണ് വചന ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. മത്തായി സുവിശേഷം 24:7 പഠിപ്പിക്കുകയാണ്, നിങ്ങൾ യുദ്ധങ്ങളെ കുറിച്ച് കേൾക്കും, അവയെ പറ്റിയുള്ള കിംവദന്തികളും. എന്നിട്ട് പറയുവാണ്, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായി ഉണർന്നെഴുന്നേൽക്കും. പ്രിയപ്പെട്ടവർ, എന്ന് വെച്ചാൽ എല്ലാ ജനതകളിലും രാജ്യങ്ങളിലും ഭിന്നതയും വിദ്വേഷവും വർദ്ധിക്കുകയും അവ യുദ്ധത്തിലേക്ക് എത്തിച്ചേരുകയും തൽഫലമായിട്ട് സമാധാനം നഷ്ടമാകും. എന്ന് വെച്ചാൽ ഭിന്നതയും ശത്രുതയും മനുഷ്യന്റെ മനസ്സിലേക്ക് വിതയ്ക്കും. നിങ്ങൾ ഇന്നും ചിന്തിച്ചു നോക്കിക്കേ, രാജ്യം രാജ്യത്തിനെതിരായി ഇല്ലേ മക്കളെ? എത്ര നാളായി കുഞ്ഞെ ഈ റഷ്യയും ഈ യുക്രൈനും തമ്മിലുള്ള യുദ്ധം? എത്ര രാജ്യങ്ങളിലെ വംശീയ കലാപം, നമ്മുടെ മണിപ്പൂർ ഉൾപ്പെടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കിക്കോണം ഇതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്. അതുപോലെ കുടുംബങ്ങളും തമ്മിലുള്ള യുദ്ധം, സഭയ്ക്കുള്ളിൽ യുദ്ധം, സന്യാസ സമൂഹങ്ങൾക്കുള്ളിൽ യുദ്ധം, സമ്പന്നരും പാവപ്പെട്ടവരും തമ്മിലുള്ള യുദ്ധം. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കിയാൽ രാഷ്ട്രീയ മേഖലയിൽ യുദ്ധം, ബിസിനസ് മേഖലയിൽ യുദ്ധം, ഇൻസ്റ്റിറ്റ്യൂഷൻ മേഖലയിൽ യുദ്ധം, ശുശ്രൂഷ മേഖലയിൽ യുദ്ധം. എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ മക്കളെ, മനുഷ്യന്റെ മനസ്സില് വിദ്വേഷം, വൈരാഗ്യം, ഭിന്നത, ശത്രുത, കലഹം ഇത് ജനിപ്പിക്കുന്ന അവസ്ഥ ഇന്ന് രൂക്ഷമായിക്കൊണ്ടിരിപ്പുണ്ടെങ്കിൽ അതിനൊരു കാരണം ഇതാണ്. ഇത് ഈറ്റുനോവിന്റെ ആരംഭം, അടയാളമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഇതൊക്കെ വരുമ്പോഴാണ് അമ്മ മാതാവ് വീണ്ടും വീണ്ടും പറയുന്ന കാര്യം എന്താ? എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കണം, കുറവുകൾ നികത്തണം, ഈശോയുടെ വരവിനായിട്ട് ഒരുങ്ങണം, ആ സമയത്തുള്ള പീഡകൾ ത്വരിതപ്പെടാനായിട്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, ക്ഷാമങ്ങളും ഭൂകമ്പവും പകർച്ചവ്യാധികളും കൂടും. ക്ഷാമം നമുക്കറിയാം. ഇന്ന് എത്രയോ സുഡാൻ നോക്കിക്കോ, ദക്ഷിണ കൊറിയ നോക്കിക്കോ, സൊമാലിയ നോക്കിക്കോ, എത്രയോ ലക്ഷക്കണക്കിന് മക്കളെ പട്ടിണി ക്ഷാമം മൂലം മരിക്കുന്നു. എത്രയോ രാജ്യങ്ങളിൽ ഡസക്കണക്കിന് മക്കൾ മരിച്ചു വീഴുന്നു. ദാരിദ്ര്യം പേറി. ഇന്ന് പഴയ പോലെ ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ പറ്റാത്തൊരവസ്ഥ, അത് മരവിച്ചു പോയിരിക്കുന്ന ഒരവസ്ഥ. ലോകം കഠിനമായിട്ടുള്ള ക്ഷാമത്തിലേക്ക് വരുമെന്ന യൂറോപ്യൻ യൂണിയൻ പോലും പറഞ്ഞു വെച്ചിരിക്കുക. എന്ന് വെച്ചാൽ ഇന്ന് അനേകം കുടുംബങ്ങളിലുണ്ട് മക്കളെ ഈ ക്ഷാമം, നമ്മൾ അറിയുന്നില്ല. ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്ത ഭവനത്തിൽ ദിവസത്തിൽ 3 നേരം ഭക്ഷണമില്ലായിരിക്കാൻ 2 നേരം കഴിക്കാൻ പറ്റുന്നുള്ളൂ. എത്രയോ കുഞ്ഞുങ്ങള് ക്ഷാമം അതിരൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് പോയേക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താ? പകർച്ചവ്യാധികൾ. ഈ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നു, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. ഇതിലൂടെ എന്താ? ഒരുക്കമില്ലാത്ത മരണം. ഇപ്രകാരമുള്ള കാര്യം സംഭവിക്കുമ്പോൾ പല വ്യക്തികളും ചിന്തിക്കുന്നത്, ഇത് എന്തുകൊണ്ട് ഈ ദൈവം ഉണ്ടാക്കിയിട്ട് ഈ ക്ഷാമം? മനുഷ്യൻ വരുത്തി വെക്കുന്ന ക്ഷാമങ്ങളുണ്ട്, മനുഷ്യൻ വരുത്തി വെക്കുന്ന പകർച്ചവ്യാധികളുണ്ട്. ഇതിന്റെ ഫലമായിട്ട് മനുഷ്യന്റെ മനസ്സ് കല്ലിച്ചു പോകുക. കാരണം ചോദിക്കുന്നു, ദൈവം എവിടെ? ദൈവം സ്നേഹമാണെങ്കിൽ എന്തുകൊണ്ട് ഇത് കാണിക്കുന്നില്ല? ഇങ്ങനെയുള്ള അവസ്ഥ വന്നു. ഇതിലൂടെ ആത്മനാശം, വിശ്വാസം തകരുന്നു. പ്രിയപ്പെട്ടവർ, ഇപ്രകാരമുള്ള കാര്യം വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, ഇതൊരു അടയാളമാ, ഈറ്റുനോവിന്റെ ആരംഭം.
പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നാലാമത്തെ കാര്യമാണ് കഠോരമായ പീഡനം ഉണ്ടാകും. പീഡകൾ കടന്നു വരും. പ്രകാരം ആ വചനം പഠിപ്പിക്കുന്ന മത്തായിയുടെ സുവിശേഷം 24:9 പറയുന്നു, അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, നിങ്ങളെ ചിലരെ അവർ വധിക്കും. ലോകാരംഭം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാനിടയില്ലാത്തതുമായിട്ടുള്ള വിധം ഉഗ്രമായ പീഡനം അന്നുണ്ടാകും. നമ്മൾ നോക്കിയാൽ മതി പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കിക്കേ, ഈ ലോകത്തിലെ മുഴുവനും മതങ്ങളും ഒരൊറ്റ മതത്തെയാ വേട്ടയാടുന്നത്. അത് ക്രിസ്തു മതത്തെയാ. ഈ ലോകത്തിൽ എവിടെ ചെല്ലുമ്പോഴും ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുന്ന കാര്യം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മക്കൾക്ക്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിക്കേ പ്രിയപ്പെട്ടവർ, നമ്മുടെ മണിപ്പൂരിന്റെ അവസ്ഥ. എത്രയോ മക്കളുടെ ജീവനാണ് ഏതൊക്കെ മൃഗീയമായ രീതിയിൽ ആ മക്കളെ കൊന്നേക്കണേ. സഭയുടെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാളും കഠോരമായിട്ടുള്ള പീഡകൾ അവസാന കാലഘട്ടത്തിൽ വരുമെന്ന് ക്രിസ്തു വിശുദ്ധരിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കും മക്കൾ, അത് വരും. എന്റെ വലിയ തെളിവല്ലേ കഴിഞ്ഞ നാളുകളൊക്കെ കണ്ട്. എത്ര മൃഗീയമായിട്ട് ഒരു മനുഷ്യനെ കൊന്നുകളയുന്നു. എന്തിനാ കൊന്നുകളഞ്ഞു? ക്രിസ്തുവിൽ വിശ്വസിച്ചു, ക്രിസ്തുവിനെ സ്നേഹിച്ചു, ക്രിസ്തുവിനെ ആരാധിച്ചു. ക്രിസ്തു നല്ല കുദാശകൾ ഞാൻ പരിക്രമം ചെയ്തു. നഗ്നരായിട്ട് നടത്തിയ അവസ്ഥ, കയ്യും കാലും വലിച്ചു കെട്ടിയിട്ട് ക്രൂരമായിട്ട് ചതച്ചു കൊന്നുകളഞ്ഞ അവസ്ഥ, പച്ചയ്ക്ക് കത്തിച്ച അവസ്ഥ. മക്കളെ, പറയാൻ പാടില്ലാത്ത രീതിയിൽ അത്ര മൃഗീയമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തിയത് എന്തിനാ? എൻ്റെ അപ്പനെ വിശ്വസിച്ചു. ഇതുപോലെ തന്നെയല്ലേ മക്കളെ ഓരോ രാജ്യങ്ങളില്? ഇവിടെ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അനേകം മറ്റ് രാജ്യങ്ങളിൽ അനേകം ഇതുപോലെ നൈജീരിയ പോലുള്ള അനേകം രാജ്യങ്ങൾ, ദക്ഷിണ കൊറിയ പോലുള്ള രാജ്യങ്ങളിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചതിന്റെ ഫലമായിട്ട് ഓരോ ദിവസവും കൊന്നുകളയുന്ന മക്കൾ അനവധി. ഓരോ പെൺകുഞ്ഞുങ്ങളെ ഏറ്റവും മൃഗീയമായിട്ട് മോശപ്പെടുത്തുന്നു, നഗ്നരാക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു, നശിപ്പിച്ചു കളയുന്നു, ഇല്ലാതാക്കി കളയുന്നു. എന്തിന്റെ അടയാള മക്കളെ ഇത്? എന്റെ ഈശോയുടെ വരവടുത്തു. ഈറ്റുനോവിന്റെ ആരംഭം, അതിന്റെ അടയാളം ഈശോ കാണിച്ചു തരുവാ. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോകത്തെ രാജ്യങ്ങളെടുത്ത് പരിശോധിക്കുക, ഏറ്റവും കൂടുതൽ മതപീഡനം അനുഭവിക്കുന്ന 10 രാജ്യങ്ങളെടുത്ത് നോക്കിയാൽ ആ 10 എണ്ണത്തിൽ ഒരെണ്ണം ഭാരതമായി ഇന്ന് തീർന്നു. സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ നോക്കിക്കോ, നമ്മൾ അനുഭവിക്കാൻ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വീഴുമ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തേക്കണം? ഇപ്പോഴേ മറിയത്തിന് സമർപ്പിച്ചേക്കണം, ഇപ്പോഴേ ഒരുങ്ങിയേക്കണം. ആ പീഡകളുടെ ത്വരിതപ്പെടാൻ ഇപ്പോഴേ പ്രാർത്ഥിച്ച് ഒരുങ്ങിയേക്കണം. ഇതൊരു അടയാളമാ. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. 5ാമത്തെ കാര്യം ഞാൻ വിവരിക്കുന്നില്ല, ഇതെല്ലാം പെട്ടെന്ന് പറഞ്ഞു പോകുക. 5ാമത്തെ കാര്യമാണ് സ്നേഹം തണുത്തുപോകും. വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുക. മത്തായി 24:22 പഠിപ്പിക്കുന്നു, ലോകത്ത് അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. എന്ന് വെച്ചാൽ മക്കളെ മനസ്സിലാക്കിക്കോണം, സത്യത്തിനും ധർമ്മത്തിനും വിലയില്ലാത്ത ഒരവസ്ഥ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടേ ഭീകര പ്രവർത്തനം. ഇതിന്റെ ഫലമായിട്ട് നിങ്ങൾ നോക്കിക്കേ മക്കളെ, ഈ ഭീകര പ്രവർത്തനം വരുന്നതിന്റെ ഫലമായിട്ട് എന്താ? സ്നേഹം തണുത്തുപോകുക. എന്ന് വെച്ചാൽ നിരപരാധിയെ ഒരു കാരണവുമില്ലാതെ കൊന്നു കളയുന്നു. എന്തിനു? ഒരു മതത്തിന്റെ പേരില്, ഒരു പ്രസ്ഥാനത്തിന്റെ പേരില്, ഒരു രാഷ്ട്രീയ കാരണത്തിന്റെ പേരിൽ കഠോരമായിട്ടുള്ള കൊലപാതകങ്ങളും കഠോരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഈ ഭീകര പ്രവർത്തനങ്ങളിൽ ലോകത്ത് വരുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ എന്താ? സ്നേഹം മരവിച്ചു പോവുക, ഇല്ലാതായി പോവുക, നമുക്ക് വെറുപ്പ് കയറുക, ഇങ്ങനെയുള്ള വ്യക്തികളോട് വിഷമം ഉണ്ടാവുക, വൈരാഗ്യം വരുക. ഇതിലൂടെ ആ വ്യക്തിയുടെ ആത്മനാശം വന്നു പോകുക. ഇതൊരു കെണിയാ മക്കളെ. ഇന്നെവിടെയാ ധർമ്മം വിജയിക്കുന്നത്? നമ്മുടെ ഗവൺമെന്റ് മേഖലയിലുണ്ടോ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ മേഖലയിലുണ്ടോ? നമ്മുടെ സഭാ മേഖലകളിൽ കടന്നു വരുമ്പോൾ നമ്മൾ പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മളായിട്ട് അധർമ്മം ലോകത്ത് വർദ്ധിച്ചാൽ അനേകരുടെ വിശ്വാസം നഷ്ടപ്പെടുകയും അനേകരുടെ മനസാക്ഷി മരവിക്കുകയും അനേകർ നഷ്ടപ്പെടുകയും ചെയ്യുവാന്നേ. ഇതൊരു അടയാളമാ മക്കളെ. സ്നേഹം മരവിപ്പിച്ചു പോകുന്ന രീതിയിൽ എന്റെയോ എൻ്റെ കുടുംബത്തിൻ്റെയോ എനിക്കുള്ള ബിസിനസ് മേഖലയിലോ ഞാൻ അപ്രകാരം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വലിയ കെണിയൊരുക്കുക. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 6ാമത്തെ അടയാളമാണ് വിനാശത്തിന്റെ അടയാളം പ്രത്യക്ഷപ്പെടും.
ഇതിനെക്കുറിച്ച് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2 ഭാഗത്തും തെസ്സലോനിക്ക ലേഖനത്തിൽ 1 ഭാഗത്തും പറയുന്നുണ്ട്. എന്താ വിനാശത്തിന്റെ അടയാളം? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ സ്ഥലത്ത് അശുദ്ധ ലക്ഷണം വരും. അതിൽ ഏതൊക്കെയാ? ഒന്നാമത് പറയുന്നു, അതാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9:27 പറയുവാണ്, ദൈവാലയത്തിന്റെ ചിറകിന്മേലിൽ വിനാശകരമായ മ്ലേച്ഛത വരും. ദൈവമൊരുക്കിയ വിധി വിനാശകന്റെ മേൽ പതിക്കുന്നത് വരെ അതവിടെ നിൽക്കും. രണ്ടാമത്തെ അടയാളം അത് കേട്ടെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11:31 പറയുവാണ്, അവന്റെ സൈന്യം വന്ന് ദേവാലയവും കോട്ടയും അശുദ്ധമാക്കിയും നിരന്തര ദഹനബലി നിരോധിക്കുകയും ചെയ്യും. അവർ വിനാശത്തിന്റെ മ്ലേച്ഛ വിഗ്രഹം അവിടെ സ്ഥാപിക്കും. മൂന്നാമത്തെ അടയാളം പറഞ്ഞിരിക്കുന്നതാണ് തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 3 തുടങ്ങിയുള്ള വചനം. ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗം ഉണ്ടാകുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതായ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമെന്ന് പ്രഖ്യാപിക്കും. എന്ന് വെച്ചാൽ 3 കാര്യം. ഏതൊക്കെയാണ് വിനാശത്തിന്റെ അടയാളം? ഒന്നാമത്തെ അടയാളം കേട്ടോ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയമായ സഭയുടെ വിശുദ്ധ സ്ഥലത്ത് തിന്മ നിലയുറപ്പിക്കാൻ തുടങ്ങും. വിശുദ്ധ സ്ഥലത്ത് സഭയ്ക്കുള്ളിൽ തിന്മ നിലയുറപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരടയാളമാണ്. ഒരു ജീർണത, ഒരു പാപങ്ങള് ശക്തി പ്രാപിക്കുന്നുണ്ടെങ്കിൽ അടയാളമാണ്. രണ്ടാമത്തെ അടയാളമാണ്, സഭയുടെ കേന്ദ്രസ്ഥാനം വിജാതിയർ കൈയടക്കി വിഗ്രഹ ആരാധനയ്ക്കും പൈശാചിക ആരാധനയ്ക്കുമായിട്ട് ഉപയോഗപ്പെടുത്തും. മക്കളെ ശ്രദ്ധിക്കണത്, പള്ളിക്കകത്ത് സിനിമാറ്റിക് ഡാൻസിനുള്ള സ്ഥലം അല്ലാട്ടോ. പള്ളി മറ്റേതെങ്കിലും ആഘോഷങ്ങൾക്ക് വേണ്ടി വെക്കാനുള്ള സ്ഥലമല്ല. പള്ളിയും പള്ളി പരിസരവും പള്ളിക്കകവും സാംസ്കാരിക കാര്യമാകട്ടെ മറ്റു വിജാതീയ ആഘോഷങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാനും കാണിക്കാനുമുള്ള സ്ഥലമല്ല മക്കളെ. ഇതൊക്കെ ഒരു വരവിന്റെ അടയാളം, ഈറ്റുനോവിന്റെ അടയാളമാണ്. മൂന്നാമതായിട്ട് പറയുന്നുണ്ട്, സഭാകേന്ദ്രങ്ങളിലും പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് പറയുന്ന കാര്യപ്രകാരമാണ്, വൈദിക സമർപ്പിത ജീവിതങ്ങളിലും അതിവിശുദ്ധമായി വ്യാപരിക്കേണ്ട സഭാകേന്ദ്രങ്ങളിലും കയറിപ്പറ്റുന്ന അശുദ്ധി. ഈ 3 ലക്ഷണങ്ങളാണ്. ഒന്ന്, സഭയ്ക്കുള്ളിൽ വിശുദ്ധ സ്ഥലത്ത് തിന്മ വരുന്നു. 2, വിജാതി ആരാധനയിലേക്ക് പലപ്പോഴും മാറിപ്പോകുന്നു. 3, വൈദിക സമർപ്പിതരിലും ഒപ്പം വിശുദ്ധ സ്ഥലത്തും അശുദ്ധി കടന്നു വരുന്നു. ഇതൊരു അടയാളമാണ്. എന്ന് വെച്ചാൽ സാത്താൻ സഭയ്ക്ക് മേൽ വിജയം വരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. മ്ലേച്ഛമായിട്ടുള്ള വിഗ്രഹം അത് അധികാരത്തിലേക്ക് കടന്നു വരുന്ന പോലെ ഒരവസ്ഥ സഭയ്ക്കകത്ത് വരുമ്പോൾ മക്കളെ, ഇതൊരടയാളമായിട്ട്, ഈറ്റുനോവിന്റെ ആരംഭമായിട്ട് എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോണം, ഒരുങ്ങിക്കോണം, അമ്മയ്ക്ക് സമർപ്പിച്ചോണപ്പോ. സെക്കൻഡ് ലാസ്റ്റ് അടയാളമാണ്, പ്രപഞ്ച ശക്തികൾ ഇളകും. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടുകയാണ്. പ്രപഞ്ച ശക്തികൾ എഴുതും എന്ന് വെച്ചാൽ വചനം പഠിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24:29 പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്, സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരില്ല, നക്ഷത്രങ്ങൾ ആകാശം നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. എന്ന് വെച്ചാൽ സൂര്യനിലും ചന്ദ്രനിലും കടലിലും ഭൂമിയിലും ഒക്കെ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ പ്രപഞ്ചത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങും. ഇതൊരു അടയാളമാണ്. അവസാനത്തെ അടയാളമാണ് പ്രിയപ്പെട്ടവരെ, മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് പ്രത്യക്ഷപ്പെടും. എന്താ മനുഷ്യപുത്രന്റെ അടയാളം? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുരിശ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയത്ത് പ്രപഞ്ചത്തിലും മാനവരാശിയിലും ക്രൈസ്തവരുടെ ഇടയിലും ഇന്നു വരെ സംഭവിക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ സംഭവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇത് ഈറ്റുനോവിന്റെ ആരംഭമായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓടി ഒരുങ്ങാനായിട്ട് നോക്കണം. കർത്താവ് വചനത്തിൽ ഇന്ന കാര്യങ്ങൾ സംഭവിക്കും, വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ആ സംഭവിക്കുന്ന സമയത്ത് ഓടിപ്പോയി ഒരുങ്ങാമെന്ന് വെച്ചാലോ, ഓടിപ്പോയി അനുദപിക്കാം എന്ന് വെച്ചാലോ, ഓടിപ്പോയിട്ട് സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോകാമെന്ന് വെച്ചാലോ പറ്റില്ല. അതിനു വേണ്ടിയാണ് സഭ ഇന്ന് ഈ കാണുന്ന രീതിയിലുള്ള വിമല ഹൃദയ പ്രതിഷ്ഠ ശുശ്രൂഷ തന്നേക്കണേ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വചനം പഠിപ്പിക്കുന്നു, മത്തായി 24:36 ആ ദിവസത്തെ കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലും അറിഞ്ഞുകൂടാ. ഇതാർക്കറിയാവുന്ന? പിതാവിന്. അപ്പൊ പിതാവിന്റെ അധികാരം നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ട, അത് എപ്പോഴാണ് നമ്മൾ അറിയാൻ പോകേണ്ട. പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈശോ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരും. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഒരുങ്ങണം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ അച്ഛൻ പറഞ്ഞ ഈ 8 ലക്ഷണമുണ്ടല്ലോ, ഈ 8 ലക്ഷണം ദുരന്തങ്ങൾ പോലെയാ വരുന്നത്. ഈ ദുരന്തം കാണുമ്പോൾ ക്രൈസ്തവർ ഭയപ്പെടുകയല്ല ചെയ്യണ്ടേ, മുന്നറിയിപ്പായിട്ടും അടയാളമായിട്ടും സ്വീകരിക്കണം.
പരിശുദ്ധ ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതുപോലെ അടയാളങ്ങളുണ്ട്. എവിടെയാ പ്രിയപ്പെട്ടവരെ? ഒന്നാമത്, നോഹയുടെ കാലത്ത് ജലപ്രളയം വന്നു. ഒരുങ്ങിയിരുന്ന നോഹയ്ക്ക് രക്ഷയുടെ അടയാളമായിരുന്നു അത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സോദോം ഗൊമോറയിലുള്ള പ്രശ്നങ്ങള്, തകർച്ചകള്. പക്ഷേ ലോത്തിന് ഇതൊരു അടയാളവും ഒപ്പം ദൈവത്തിന്റെ ഇടപെടലുമായിരുന്നു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മോശയുടെ കാലത്ത് ഇസ്രായേൽ മക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഈജിപ്ത്, അവിടെ 10 വിനാശങ്ങൾ ചെല്ലുക. ഈ വിനാശം പ്രിയപ്പെട്ടവരെ ആ ജനതയെ സംബന്ധിച്ച് അവർക്കത് പ്രശ്നമായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് വിമോചനത്തിന്റെ അടയാളമാണ്. അച്ഛൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ അടയാളങ്ങൾ കാണുമ്പോൾ നമ്മൾ ഒരുങ്ങാനായിട്ട് തയ്യാറാകണം. ഈശോ തൊട്ടടുത്തെത്തി, ഈശോ പടിവാതിലെത്തി എന്നതിന്റെ അടയാളമാണ്. അത്തിവൃക്ഷം പൂക്കുമ്പോൾ ഇതാ ലോകത്ത് വേനൽ വന്നു എന്ന് നമ്മൾ കണ്ടു പഠിക്കുന്ന പോലെ തന്നെ ഇതുപോലുള്ള അടയാളം വരുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, നമ്മൾ ഒരുങ്ങാൻ സമയമായി എന്നതാ. ആ സമയത്ത് പെട്ടെന്ന് ഓടിപ്പോയിട്ട് നമ്മൾ ഏതെങ്കിലും സുരക്ഷിത സ്ഥലത്തേക്ക് കയറാൻ നോക്കിയാൽ നടക്കില്ല മക്കളെ. ആ സമയത്ത് മദ്യപാനത്തിലും മദ്യലഹരിയിലും അവിഹിത വീഴ്ചയിലും ഏർപ്പെട്ട് ജീവിക്കുന്നവർക്ക് ദുരിതം. എന്ന് വെച്ചാൽ തിന്മ ചെയ്ത് ജീവിക്കുന്നവർക്ക് ദുരിതം. അടയാളം കണ്ടിട്ടും മനസാക്ഷി മരവിച്ച്, ബുദ്ധി മരവിച്ച് കിടക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ മക്കളെ തിരിച്ചറിയ. ഇങ്ങനെ ഒരു 8 അടയാളം എൻ്റെ അപ്പ അമ്മ മാതാവിലൂടെയൊക്കെ തന്നിട്ടുണ്ട്. ഈ കാണുന്ന അടയാളം നമ്മൾ അവഗണിച്ച് കളയല്ലേ. ഇവിടെ എന്താ പരിശുദ്ധി അമ്മയുടെ സ്ഥാനം? അതാണ് വെളിപാടിന്റെ പുസ്തകത്തില് 12-ാം അധ്യായം 1-ാമത്തെ വചനം പഠിപ്പിക്കുകയാണ്. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടിയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. എന്ന് വെച്ചാൽ പരിശുദ്ധ കന്യകാമറിയ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുക, ദൈവമക്കളെ ഒരുക്കാനായിട്ട്. അമ്മയുടെ ഒരുക്കം നോക്കി, ആദ്യ വരവിൽ, ഈശോയുടെ ആദ്യ വരവിന് തൊട്ട് മുമ്പ് അമ്മ ഒരുങ്ങി. പ്രാർത്ഥനയാലും വിശുദ്ധിയാലും ധ്യാനചിന്തകളാലും. ഈ കാലഘട്ടത്തിൽ ദൈവമക്കളെ മുഴുവൻ അമ്മ മാതാവ് ഒരുക്കുക. ആ കാലഘട്ടത്തിൽ ഈശോയുടെ ആദ്യ വരവിന് അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ജനതകൾ പലതും പറഞ്ഞു, നമ്മൾ ഇത്രയും നാളായിട്ട് ഒരുങ്ങുന്നുണ്ടല്ലോ, പക്ഷേ എന്തേ ദൈവം വന്നില്ല, ഈശോ വന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ നോക്കേണ്ട കാര്യമില്ല, വരാനാണെങ്കിൽ പണ്ടേ വന്നേനെ. ഇപ്രകാരമുള്ള പല ചിന്താഗതികളുള്ള മനുഷ്യരുണ്ടായിരുന്നു. പക്ഷേ ക്രിസ്തു പരിശുദ്ധ വചനത്തിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് സംഭവിച്ചു. ഈശോയുടെ 2-ാം വരവിന്റെ സമയത്തും ഇന്ന് പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊക്കെ നടക്കുന്ന കാര്യമല്ല, വരാനാണെങ്കിൽ പണ്ടേ വന്നേനെ. പ്രിയപ്പെട്ടവരെ, ലോകാവസാനം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ മരണമാ, അല്ലാതെ ലോകത്തിനൊരു അവസാനം ഇല്ല. അങ്ങനെ ദൈവം വരാനൊന്നും പോകുന്നില്ല. ഇത് വാചിക അർത്ഥത്തിൽ എടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്ന മക്കളുണ്ട്. അങ്ങനെയുള്ള വ്യാഖ്യാനിക്കുന്ന മക്കളോട് പരിശുദ്ധ വചനം പറയുന്ന കാര്യപ്രകാരമാണ്. പത്രോസ് ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വചനം പഠിപ്പിക്കുന്നു, അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്നകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. അവർ പറയും, അവന്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ? എന്നാൽ പിതാക്കന്മാർ നിദ്ര പ്രാപിച്ച നാൾ മുതൽ സകല കാര്യങ്ങളും സൃഷ്ടിയുടെ ആരംഭത്തിലുണ്ടായിരുന്ന സ്ഥിതിയിൽ തന്നെ തുടരുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടരാൻ കാരണം? പ്രിയപ്പെട്ടവരെ, അതാണ് പത്രോസ് ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വചനം പഠിപ്പിക്കുന്നു. കാലവിളംബരത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുകയില്ല. ആരും നശിച്ചു പോകാതെ, കേട്ടെ, ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവേ എന്നേ ഉള്ളൂ. കർത്താവിന്റെ കാരുണ്യം കൊണ്ടാ മക്കളെ അടയാളങ്ങൾ പലതും കണ്ടിട്ട് ആ കാണുന്ന കാര്യം സംഭവിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അനുദപിക്കാം, നമുക്ക് അമ്മയോട് ചേരണം, അമ്മ ഒരുങ്ങിയ പോലെ നമുക്ക് ഒരുങ്ങണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈറ്റുനോവിൻ്റെ ആരംഭത്തിൻ്റെ 8 അടയാളം കാണുമ്പോൾ എൻ്റെ മക്കൾ അമ്മയ്ക്ക് സമർപ്പിച്ച് കുറവുകൾ നികത്തിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈശോയുടെ വരവിനാകിട്ടൊരുങ്ങി ആ കാണുന്ന പീഡകളുടെ കാലം ത്വരിതപ്പെടാനാകിട്ട് പ്രാർത്ഥിക്കണം. അതിന് കർത്താവ് പരിശുദ്ധി അമ്മയിലൂടെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആരാധന 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.